ശ്രീകണ്ഠൻ നായർക്ക് മൊത്തത്തിൽ ശനി ദശ തന്നെ. സ്ഥാപനത്തിനകത്ത് കൂട്ടരാജ്യഭീഷണിയുടെ അവസ്ഥയിൽ വാർത്ത വായിക്കാൻ കയറി ഇന്ന് നാട്ടുകാരെ കൂടി ഞെട്ടിച്ചൊരു വാർത്ത വായിച്ചു. മാർബിൾ കയറി വന്ന ലോട്ടറി മറിഞ്ഞു അത്രേ. ലോട്ടറി മറിഞ്ഞത് മാത്രമല്ല, വിക്കി തള്ളി നോക്കിപ്പോലും വായിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം ട്രാക്ക് തെറ്റിയൊരവസ്ഥ. കണ്ണൂർ പഴയങ്ങാടിയിൽ മാർബിൾ കയറ്റി വന്ന ലോട്ടറി വീട്ടുപറമ്പിലേക്ക് പഴയങ്ങാടിയിൽ മാർബിൾ കയറ്റി വന്ന ലോറി വീട്ടുപറമ്പിലേക്ക് മറിഞ്ഞു. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റുവെന്ന വാർത്ത. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ഈ അപകടത്തിന്റെ വാർത്തകളുമായി ചേരുന്നു. അരുൺ, നാട്ടുകാരുടെ മുകളിൽ കുതിര കയറാൻ നടന്ന് എന്ത് വേണം? ഒറ്റയ്ക്ക് വെച്ച് അനത്താനുള്ള എല്ലാ സംവിധാനവുമായി ഇന്റേണൽ ഓഡിയോ ചോർന്ന് പുറത്തു വന്നതിന് പിന്നാലെ ഈ ഭൂലോക അബദ്ധം കൂടി വായിച്ചതോടെ നാട്ടുകാരെടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ്. അല്ലേ, ലോറി ഏത് ലോട്ടറി ഏതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതിപ്പോൾ നാക്കുപിഴ എന്ന നിലയ്ക്കൊക്കെ നമുക്കിതിനെ ന്യായീകരിക്കാം, ലഘൂകരിക്കാം. എന്നിരുന്നാലും നാട്ടുകാരറിയണം, മനസ്സ് താളം തെറ്റിക്കഴിഞ്ഞാൽ ഏത് ശ്രീകണ്ഠൻ നായരുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതാണ് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എങ്ങനെ വാണിരുന്നൊരു രാജാവായിരുന്നു ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ആ പാട്ടിൻ്റെ അവസ്ഥ പോലെയായി. സ്ഥാപനത്തിനകത്തും ആരും വകവയ്ക്കാത്തൊരവസ്ഥ. നാട്ടിലുള്ളവർ ട്രോളുന്നു. ഒപ്പം സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അമിത ആത്മവിശ്വാസവും ഉള്ളിലെ ഹുങ്കെല്ലാം കൂടി ചേർന്നപ്പോൾ സ്വയം ട്രോൾ കൂടിയാകാനുള്ള എലമെൻ്റ് കൂടി നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുകയാണ്. വാർത്ത വായനയിലും മൊത്തം പിഴവ്. കണ്ണൂർ പഴയങ്ങാടിയിൽ മാർബിൾ കയറ്റി വന്ന ലോട്ടറി വീട്ടുപറമ്പിലേക്ക് പഴയങ്ങാടിയിൽ മാർബിൾ കയറ്റി വന്ന ലോറി വീട്ടുപറമ്പിലേക്ക് മറിഞ്ഞു. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റുവെന്ന വാർത്ത. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ഈ അപകടത്തിന്റെ വാർത്തകളുമായി ചേരുന്നു. അരുൺ, തോന്നയ്ക്ക് പഞ്ചായത്തിന്റെ മൊത്തം അരിമണി പറക്കിയെടുക്കുന്നൊരവസ്ഥയാണ്. നാവുപിഴയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, കുറ്റം പറയുന്നതല്ല. എന്നിരുന്നാലും എ മാൻ ഓഫ് നോ മിസ്റ്റേക്ക് എന്ന രീതിയിലൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്കുകൾ ഉയർത്തിക്കാട്ടേണ്ടി വരുമല്ലോ. ഇടതുപക്ഷക്കാർ തുറന്നു കാട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ശത്രുക്കളും അവർക്കെതിരെ കേസെടുക്കാൻ വാളോങ്ങി നടക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന ഈ അബദ്ധങ്ങളൊക്കെ മിണ്ടാതെ ആരെങ്കിലും നോക്കിയിരിക്കുമെന്നേ. ട്രോളുവെന്നേ, അറഞ്ചം പുറഞ്ചം ഇതുപോലെ ട്രോളു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചില സിനിമകളിൽ പറയാറില്ലേ, പക അത് വീട്ടാനുള്ളത് തന്നെയാണ്. അത് ഏത് രീതിയിലാണെന്നുള്ളതാണ് പ്രത്യേകത. കായികമായല്ല, അത് ട്രോളായി തന്നെ വീട്ടിക്കൊണ്ടേയിരിക്കും.